ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 1000 വ്യക്തികളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു മലയാളി വനിത. ഫോബ്സ് ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ മലയാളി വനിത എന്ന പേര് നേടിയിരിക്കുകയാണ് 63-കാരിയായ സാറ ജോർജ് മുത്തൂറ്റ്. ലിസ്റ്റിലുള്ള മറ്റ് 13 മലയാളികൾക്കൊപ്പമാണ് സാറ ജോർജ് മുത്തൂറ്റ് ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത്. ഫോബ്സിന്റെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി വനിതയ്ക്ക് സ്ഥാനം കിട്ടുന്നത്. ആഗോളതലത്തിലെ പട്ടികയിൽ സാറ ജോർജിന്റെ സ്ഥാനം 2059 $1.5 കോടി, അതായത് ഇന്ത്യൻ മണി ഏകദേശം 12,000 കോടി രൂപയിലധികം വരും സാറ ജോർജിന്റെ ആസ്തി. 1887 MG ജോർജ് മുത്തൂറ്റിന്റെ മുത്തച്ഛനാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് സ്ഥാപിച്ചത്. നിലവിൽ മുത്തൂറ്റ് ഗ്രൂപ്പിന് ഇന്ത്യയിലുടനീളം 5400-ലധികം ശാഖകളുണ്ട്. കൂടാതെ പ്രതിദിനം 2 ലക്ഷത്തിൽ പരം ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നടത്തുന്നു. മുത്തൂറ്റ് ഫിനാൻസ് മണി ട്രാൻസ്ഫർ സേവനങ്ങൾ, ബിസിനസ്, പേഴ്സണൽ വായ്പകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. MG ജോർജ് മുത്തൂറ്റ് സാറയെ വിവാഹം കഴിക്കുകയും ഈ ദമ്പതികൾക്ക് 3 ആൺമക്കൾ ഉണ്ടാകുകയും ചെയ്തു. 2021 ഭർത്താവ് MG ജോർജ് മുത്തൂറ്റ് അന്തരിച്ച ശേഷം മുത്തൂറ്റ് ഫിനാൻസിലെ ഒരു ഓഹരി അനന്തരാവകാശമായി സാറ ജോർജിന് ലഭിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തക കൂടിയായ സാറ ജോർജ് മുത്തൂറ്റ് സെന്റ് ജോർജ് സ്കൂളിന്റെയും പോൾ ജോർജ് ഗ്ലോബൽ സ്കൂളിന്റെയും ഡയറക്ടർ കൂടിയാണ്. ഫോബ്സ് ഒരു ഗ്ലോബൽ ബിസിനസ്, മീഡിയ ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയാണ്. 1917 ബർട്ടി ചാൾസ് ഫോബ്സ് സ്ഥാപിച്ച കമ്പനി 1990 സ്റ്റീവ് ഫോബ്സ് ഏറ്റെടുത്തു. ഫോബ്സ് മാസികയുടെ മുദ്രാവാക്യം ചേഞ്ച് ദ വേൾഡ് എന്നാണ്. വർഷത്തിൽ 8 തവണ പ്രസിദ്ധീകരിക്കുന്ന ഫോബ്സ് മാഗസിൻ ഫിനാൻസ്, ഇൻഡസ്ട്രി, ഇൻവെസ്റ്റ്മെന്റ്, മാർക്കറ്റിംഗ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് ലേഖനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, സയൻസ്, പൊളിറ്റിക്സ്, ലോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോബ്സ് 400, അതായത് ഏറ്റവും സമ്പന്നരായ അമേരിക്കക്കാർ. ഫോബ്സ് 30, അതായത് 30 വയസ്സിൽ താഴെയുള്ള ഏറ്റവും ശ്രദ്ധേയരായ 30 യുവാക്കൾ. ഫോബ്സ് ഗ്ലോബൽ 2000, അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ സെലിബ്രിറ്റികൾ, ലോകത്തിലെ മികച്ച കമ്പനികൾ. ഫോബ്സിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടിക, ലോകത്തിലെ ശതകോടീശ്വരന്മാർ എന്നിങ്ങനെ റാങ്ക് ചെയ്യുന്ന മാഗസീനായി ഫോബ്സ് മീഡിയ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ സമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ വനിതകളുടെ എണ്ണം പൊതുവെ കുറവാണ്. അതേസമയം അതിസമ്പന്ന പട്ടികയിലെ മലയാളികളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി തന്നെയാണ് മുമ്പിലുള്ളത്. $760 കോടി, അതായത് 63,300 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ഒരു വർഷത്തിനിടയിൽ യൂസഫലിക്ക് സമ്പത്തിൽ വലിയ തോതിലുള്ള വളർച്ച നേടാനായി. കഴിഞ്ഞ വർഷത്തെ 497 നിന്ന് റാങ്കിങ്ങിൽ 153 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 344 റാങ്കിങ്ങിലേക്ക് കുതിക്കാൻ സാധിച്ചു. 2019 $470 കോടി ആയിരുന്ന യൂസഫലിയുടെ ആസ്തി 5 വർഷം കൊണ്ട് ഇരട്ടിയായി രേഖപ്പെടുത്തി. $350 കോടി, അതായത് ഇന്ത്യൻ മണി 26,652 കോടി രൂപ വീതം ആസ്തിയുമായി ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ, VPS ഹെൽത്ത് കെയറിന്റെയും ബുജീൽ ഹോൾഡിംഗ്സിന്റെയും ചെയർമാനായ ഡോക്ടർ ഷംസീർ വയലിൽ എന്നിവരാണ് 3-ാം സ്ഥാനത്ത്. ജോയി ആലുക്കാസിന്റെ നിലവിലെ ലോക റാങ്കിംഗ് 712 ആണ്. അതേസമയം പ്രമുഖ എഡ്യൂടെക് കമ്പനിയായ ബൈജൂസിന്റെ സ്ഥാപകനും CEOയുമായ ബൈജു രവീന്ദ്രൻ ഫോർബ്സ് പട്ടികയിൽ നിന്ന് പുറത്തായി. ബൈജൂസിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ബൈജു രവീന്ദ്രന്റെ ആസ്തിയെയും ബാധിച്ചു. RP ഗ്രൂപ്പിന്റെ രവി പിള്ളൈ 27,485 കോടി, ജംസ് എഡ്യൂക്കേഷൻ സാരഥി സണ്ണി വർക്കി 27,485 കോടി, കല്യാൺ ജുവലേഴ്സിന്റെ TS കല്യാണരാമൻ 26,560 കോടി, ശോഭ ഗ്രൂപ്പിന്റെ PNC മേനോൻ 23,321 കോടി, ഇൻഫോസിസ് സഹസ്ഥാപകൻ SD ഷിബുലാൽ 15,825 കോടി, വിഗാർഡിന്റെ സ്ഥാപകൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി 13,326 കോടി, മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് 12,493 കോടി, ജോർജ് ജേക്കബ് മുത്തൂറ്റ് 11,660 കോടി എന്നിവരാണ് ഫോബ്സ് പട്ടികയിലെ മറ്റ് മലയാളികൾ. ഫോബ്സ് പട്ടികയിലെ ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ്. ആഗോള പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് അംബാനി. 9.63 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി. ഗൗതം അദാനിയാണ് 17-ാം സ്ഥാനത്ത്. ലൂയി വിത്തോൺ എന്ന ലക്ഷറി കമ്പനിയുടെ ഉടമയായ ബെർണാഡ് അർണോയാണ് ലോകത്തിലെ അതിസമ്പന്നരിലെ 1-ാമൻ.